എന്നാ പറയുന്നത്, നിൻ്റെ ലൈഫ് നീ പറയും എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടോ, നിനക്ക് മാത്രം ഫ്രണ്ട്സ് ഇല്ല. ഏകദേശം എല്ലാവരും പറയാനുള്ള ഒറ്റ ഒരു കാര്യം, എല്ലാവർക്കും ഗ്യാങ് ഉണ്ട്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഗ്യാങ് ഇല്ല. അതിന് ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം എന്ന് പറഞ്ഞ പടച്ചോന്ന് പറയുന്ന അല്ലാവോ കർത്താവോ ക്രിസ്ത്യനോ അങ്ങനെ പല നാമങ്ങളോട് നമ്മൾ വിധിക്കുന്ന എല്ലാ ദൈവങ്ങളും, നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന എല്ലാ ദൈവങ്ങളും പല നാമത്തിലാണ് നമ്മൾ അവരെ എന്നാന്ന് പറയുന്നത് വിളിക്കുന്നത്. അവരെല്ലാ ദൈവങ്ങളും ഏത് ദൈവമാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്ര കഷ്ടമേ നമുക്ക് തരത്തുള്ളൂ. കാരണം ഇപ്പം നിന്നെ ഒറ്റയ്ക്ക് ഇട്ട് വളർത്തുന്നുണ്ടെങ്കിൽ മീൻസ് ഫ്രണ്ട്ഷിപ്പ് കുറവായിരിക്കും, ഒന്നല്ലേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, എന്നാലും നീ ഒറ്റയ്ക്കായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരിക്കലും ഒരു യുദ്ധത്തിന് പോകുന്ന ഒരാളെ, ഒരു പോരാളിയെ ഒറ്റയടിക്ക് കൊണ്ടേ യുദ്ധത്തിൻ്റെ നടുക്ക് കൊണ്ടേ നിർത്തത്തില്ല. എന്താ ചെയ്യുന്നത്? ട്രെയിനിങ് കൊടുക്കും, നല്ല പ്രോപ്പർ ട്രെയിനിങ്, യുദ്ധത്തിൻ്റെ കാലം കഠിനമായ ട്രെയിനിങ്ങൾ കൊടുക്കും. ആർമിയിലാവാം, ഏത് ഫോഴ്സിലാവാം. പണ്ടത്തെ കാലത്ത് എടുത്താൽ നമുക്കറിയാം അത്രയും ട്രെയിനിങ്ങാണ്. യുദ്ധം വരുമ്പോൾ മാത്രം പോയിട്ടല്ല അവർ ട്രെയിനിങ് എടുക്കുന്നത്, അവർ ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കും ഏത് സെക്കൻഡിന് വേണ്ടി. അപ്പം നീ ഒന്ന് വിചാരിക്കണം, ബാക്കി എല്ലാവരും എപ്പോൾ നോക്കിയാലും ഗ്യാങ്കോട് നടക്കുന്നു. കാരണം അവർക്ക് അതേ പറ്റുള്ളൂ, കാരണം അവരെ കൊണ്ട് അതേ പറ്റുള്ളൂ. അവർക്ക് എന്നാ പറഞ്ഞാൽ കൂടുതൽ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം അവർക്ക് എല്ലാം ഗ്യാങ്ക് കൊടുക്കും, കാരണം അവരെ കൊണ്ട് അതേ പറ്റുള്ളൂ. കാരണം ഒരു കാര്യം പറയാം, നല്ലവനോ ചള്ളവനോ ആ ലോകത്ത് അങ്ങനെ ഒന്നും ഇല്ല, എല്ലാവരുടെ കൂടുതൽ ദൈവമാണ്. നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എന്തോരം തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും. എല്ലാ ദൈവമാണ്, നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും, നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അതേ രീതിയാണ് ആരുടെ കൂട്ടത്തിലും ദൈവം ഉണ്ടാവും. പക്ഷെ നിന്റെ ഒറ്റ ഒരു കാര്യം ആരെക്കൊണ്ട് എന്തോരം സഹിക്കാൻ പറ്റുന്ന അത്രയും കഷ്ടപ്പാടെ നമുക്ക് തരത്തുള്ളൂ. ഇപ്പം കോളേജിൽ ഒരു സ്റ്റോറി എടുക്കും. നീ പഠിക്കുന്ന ഒരു കോളേജിൽ എല്ലാവരും, ഞാൻ എൻ്റെ സ്റ്റോറി തന്നെ പറയാം, വേറൊരു സ്റ്റോറി കമ്പയർ ചെയ്യുന്നത്. ഞാൻ നഴ്സിംഗ് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ ആദ്യമേ വന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ബോയ്സ് ആയിട്ട് നഴ്സിംഗ് എടുത്ത് ഞാൻ ഒറ്റയെത്തണം. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചുറ്റുമുള്ള വേറെ എല്ലായിടത്തു നിന്നും വന്ന ആൾക്കാർ, അവർ ഓൾറെഡി നേരത്തെ അറിയാവുന്നവർ ഒരേ ഗ്യാങ് ഉണ്ടാകും. എനിക്കങ്ങനെ ആരില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് തന്നെയാണ് ഇരുന്നതും. ഫ്രണ്ട്സ് ഉണ്ടാകുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഫ്രണ്ട്സ് കുറേ പേരുണ്ടാകും, ക്ലാസ്മേറ്റ്സ് അങ്ങനെ. പക്ഷെ എന്നാലും സ്വന്തം എന്ന് പറയുന്ന ഒരു ഗ്യാങ് എല്ലാവർക്കും കാണില്ല, അവർക്കെല്ലാം സെപ്പറേറ്റ് ഗ്യാങ് ഉണ്ടാകും.